നമ്മൾ ആരാധനയെ പങ്കെടുത്തു, എനിക്കൊരു അനുഭൂതി കിട്ടണം, അനുഭവം കിട്ടണം. ഒരുപക്ഷെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുന്നില്ല. ചില വ്യക്തികൾക്ക് പറയാനുള്ളതാ, മോശയുടെ അവസ്ഥയാ. മോശ വിക്കനായി ജനിച്ചു, വിക്കനായി ജീവിച്ചു, വിക്കനായിട്ട് തന്നെ ജനത്തെ നയിച്ചു, വിക്കനായി തന്നെ മരിക്കുന്നു. വിക്കനായി ജനിച്ചു, വിക്കനായി ജീവിച്ചു, വിക്കനായി തന്നെ ഇസ്രായേൽ ജനത്തെ നയിച്ചു, വിക്കനായി തന്നെ ഈ മോശ മരിക്കുക. ഒരുപക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ അവസ്ഥയായിരിക്കാം വിട്ടിരിക്കുന്നത്, ഇതേപോലത്തെ അവസ്ഥയിലൂടെ ആയിരിക്കാം എന്നെ കടത്തിക്കൊണ്ട് പോകുന്നത്. എങ്കിലും പ്രിയപ്പെട്ട മക്കളെ, തകർന്നു പോകരുത്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനാവുന്ന ട്രോഫി നേടിയെടുക്കുക എന്നത് മാത്രമാണ്. അതിനാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യ സൗഖ്യാരാധന ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ ദിവസവും സായാഹ്നങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കുന്നു. നമുക്കറിയാം, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൻ്റെ എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കാൻ കടപ്പെട്ട വ്യക്തികളാണ്. സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കണം, നമ്മുടെ കഴിവുകളുടെ ദശാംശം കൊടുക്കണം, അതുപോലെ നമ്മുടെ സമയത്തിൻ്റെയും ദശാംശം കൊടുക്കേണ്ടതാ. സമയത്തിൻ്റെ ദശാംശം ദൈവത്തെ ആരാധിക്കാൻ എൻ്റെ ജീവിതത്തിൽ 10% തമ്പുരാന് കൊടുത്തിരിക്കുക. ഈ സമയം 6000-ലേറെ കുടുംബങ്ങൾ ഈ ദിവ്യകാരുണ്യ സൗഖ്യാരാധനയെ പങ്കെടുത്തുകൊണ്ട് ഈ കുടുംബങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ ഓർക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ഒറ്റ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരുപക്ഷെ ഒരു അത്ഭുതവും അടയാളങ്ങളും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതായിരിക്കട്ടെ. മോശയെ പോലെ വിക്കനായി ജനിച്ചു, വിക്കനായി ജീവിച്ചു, വിക്കനായി ജനത്തെ നയിച്ചു, വിക്കനായി തന്നെ നീ മരിക്കേണ്ട വന്നാലും, ഏതൊക്കെ അവസ്ഥയിലൂടെ നീ കടന്നു പോകേണ്ട വന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2, നിത്യജീവനാവുന്ന ട്രോഫി നേടിയെടുക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവർ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കുടുംബത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത് പറയുന്നു, ഇത് കുടുംബം എന്ന് പറയുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം, കുടുംബം എന്ന് പറയുന്നത്. രണ്ടാമത് കത്തോലിക്ക സഭ പറഞ്ഞു തരികയാണ്, ഇത് വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ് കുടുംബ ജീവിതം. മൂന്നാമതായി പറഞ്ഞു തരികയാണ്, പരസ്പരം സ്നേഹിക്കാനുള്ള വിളിയാണ് കുടുംബ ജീവിതം. 4, മരണം വരെ നീണ്ടു നിൽക്കേണ്ട ജീവിതമാണ് കുടുംബ ജീവിതം. 5, ബോധപൂർവം മക്കൾക്ക് ജന്മം നൽകേണ്ട ജീവിതമാണ് കുടുംബ ജീവിതം. ഇന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നീയും ഇന്ന് 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം നിന്റെ മടിയിൽ വെച്ചുകൊണ്ട്, തിരുവചനം തുറന്നു വെച്ചുകൊണ്ട് നീയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇങ്ങനെയാ: അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. നിന്നെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുക. ഈ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ച് നീ തിരിച്ചറിയണം, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താ? തിരുസഭയുടെ ചരിത്രത്തെ കാണാൻ സാധിക്കും. വിശുദ്ധരായ ദമ്പതികളെ കാണാൻ സാധിക്കും. ഭാര്യ വിശുദ്ധിയായി തീർന്നിരിക്കുന്നു, ഭർത്താവ് വിശുദ്ധിയായി തീരുന്നു. ഇതേപോലെ അപ്പൻ വിശുദ്ധനായി തീർന്നിരിക്കുന്നു, അമ്മ വിശുദ്ധരായി തീർന്നിരിക്കുന്നു, മക്കളും വിശുദ്ധരായി തീർന്നിരിക്കുന്നു. ഇതേപോലെ നിങ്ങളും കാണണം. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആരായി തീരണം? ഉറക്കൊന്ന് പറഞ്ഞേ, വിശുദ്ധരായി തീരണം. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആരായി തീരണം? സ്വരം കേൾക്കാല്ല പുരുഷന്മാരെ, ആരായി തീരണം? വിശുദ്ധരായി തീരണം. തിരുസഭയുടെ ചരിത്രത്തെ കാണാൻ സാധിക്കും. വിശുദ്ധരായ ദമ്പതികളെ കാണാൻ സാധിക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവ്, പരിശുദ്ധ കന്യാമറിയോ വിശുദ്ധരായ ദമ്പതികളാ. വീണ്ടും ജോവാക്കിം, അന്ന, മറിയ, ഇതേപോലെ ജോവാക്കിം, അന്ന, പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധരായ ദമ്പതികളാണ്. സക്രിയ എലിസബത്ത് ദമ്പതികൾ തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധരായ ദമ്പതികളാണ്. ഇതേപോലെ തന്നെ വിശുദ്ധ കൊച്ചേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കൾ വിശുദ്ധ ലൂയി മാർട്ടിൻ, വിശുദ്ധ സ്വലേങ്കരൻ,
അപ്പനും വിശുദ്ധനായി തീർന്നു, അമ്മയും വിശുദ്ധിയായി തീർന്നു, മോള് വിശുദ്ധിയായി തീർന്നു. ഇതാണ് വിശുദ്ധ ഗൊസ്സേസ്യ പുണ്യവതിയുടെ കുടുംബത്തെ കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ 3 മക്കൾക്ക് ജന്മം നൽകി, 3 മക്കളും വിശുദ്ധരായി, അപ്പനും വിശുദ്ധരായി, അമ്മയും വിശുദ്ധരായി. അങ്ങനെ കുടുംബമുണ്ട് തിരുസഭയുടെ ചരിത്രത്തിൽ. വിശുദ്ധ ഗ്രിഗറിയും വിശുദ്ധ നോനയും. അവർക്ക് 3 മക്കളുണ്ടായിരുന്നേ. ആ 3 മക്കളുടെ പേരാണ് വിശുദ്ധ ജോർജിയ, വിശുദ്ധ സീസറസ്, വിശുദ്ധ ഗ്രിഗറി ഓഫ് നാസിയ. 3 മക്കളുണ്ടല്ലോ. 3 മക്കളും വിശുദ്ധരായി തീർന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ. അപ്പൻ വിശുദ്ധരായി, അമ്മ വിശുദ്ധിയായി, ഞങ്ങളുടെ മക്കളും എന്തായി? മക്കളും വിശുദ്ധരായി തീർന്നിരിക്കുന്നു. അപ്പൻ വിശുദ്ധരായി, അമ്മയും വിശുദ്ധരായി, 3 മക്കളുണ്ട്. 3 മക്കളും വിശുദ്ധരായി തീർന്നിരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് ശ്ലീഹ മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധ അഖീലയും വിശുദ്ധ പിസില്ലയും തിരുസഭയുടെ ചരിത്രത്തിൽ 2 പേരും രക്തസാക്ഷികളായി മാറി. ഭാര്യയും ഭർത്താവും അവർ 2 പേരും വിശുദ്ധരായി തീർന്നു. ഇതുപോലെ തന്നെ കർഷകനായ വിശുദ്ധരാണ് വിശുദ്ധ ഇസ്ദോർ. കർഷകരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഇസ്ദോർ. ഇസ്ദോറും അദ്ദേഹത്തിന്റെ ഭാര്യ മരിയ കബാസയും വിശുദ്ധരായി തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുക. ഇതേപോലെ തന്നെ വാഴ്ത്തപ്പെട്ട ലൂജിയും അദ്ദേഹത്തിന്റെ ഭാര്യ മരിയയും ഇവരെല്ലാം തിരുസഭയുടെ ചരിത്രത്തിൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ജീവിച്ചു കുടുംബജീവിതത്തിൽ അവരെല്ലാം വിശുദ്ധരായി തീർന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുടെ സൗഖ്യാരാധനയെ പങ്കെടുക്കുന്ന കുടുംബമേ, ഇന്ന് കർത്താവ് നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ആരാധനയെ പങ്കെടുക്കുന്നുണ്ട്. നീ എന്തിനു വേണ്ടിയിട്ട് ആരാധനയെ പങ്കെടുക്കുന്നേ? IELTS പാസ്സാവാൻ, OET പാസ്സാവാൻ, സ്ഥലവിൽപ്പന ശരിയാവാൻ വേണ്ടി, മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, കടബാധ മാറുന്നതിന് വേണ്ടി. അതിനു വേണ്ടിയല്ല മക്കളെ ഓരോ വ്യക്തികളും ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. അതിനേക്കാൾ ഉന്നതമായ ലക്ഷ്യം കാണണം. എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം ഈ വിശുദ്ധാത്മാക്കളെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതും നിത്യജീവനാവുന്ന ട്രോഫി നേടുക എന്നുള്ളതും എൻ്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. എൻ്റെ ജീവിത പങ്കാളിയും മക്കളും സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ ഞാനും സ്വർഗത്തിൽ പോവില്ല. എന്തെന്നാ പറഞ്ഞേ? എൻ്റെ ജീവിത പങ്കാളിയും മക്കളും സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ ഞാനും സ്വർഗത്തിൽ പോകുന്നില്ല. എന്തെന്നാ പറയുന്നേ? എൻ്റെ ജീവിത പങ്കാളിയും മക്കളും സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ ഞാനും സ്വർഗത്തിൽ പോകും. നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോവണ്ടെന്നേ. നിന്നെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കുടുംബം, നിന്റെ ജീവിത പങ്കാളിയും മക്കളും സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ എനിക്കും പോകണ്ട. അവരെയൊക്കെ ഇതേ കുടുംബ ജീവിതം വിശുദ്ധമായ ജീവിതമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ വിശുദ്ധമായ ജീവിതത്തിലേക്ക് നീ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. നിന്റെ ജീവിത പങ്കാളി വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. നിന്റെ മക്കളും വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കുടുംബത്തെ നിർവചിക്കുന്ന 5 കാര്യങ്ങളിലൂടെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു. 1, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം. 2, വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ് വിവാഹം. 3, പരസ്പരം സ്നേഹിക്കാനുള്ള വിളിയാണ് വിവാഹം. 4, മരണം വരെ നീണ്ടു നിൽക്കേണ്ട ജീവിതമാണ് വിവാഹം. 5, ബോധപൂർവം മക്കൾക്ക് ജന്മം നൽകേണ്ട ജീവിതമാണ് വിവാഹം. ഈ 5 കാര്യങ്ങളെ എനിക്ക് മിക്കവാറും നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഇന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കുടുംബ ജീവിതം വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബന്ധമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്? കുടുംബത്തിൽ 3 രീതിയിലുള്ള വിശുദ്ധി ഉണ്ടാവണം. ശരീരത്തിന് വിശുദ്ധി ഉണ്ടാവണം, മനസ്സിന്റെ വിശുദ്ധി ഉണ്ടാവണം, ആത്മാവിന്റെ വിശുദ്ധി ഉണ്ടാവണം. ശരീരത്തിന് വിശുദ്ധിയെക്കുറിച്ച് ഈ നാളുകളിലൊക്കെ നമ്മൾ ഓരോ ധ്യാനത്തിന്റെ ശുശ്രൂഷകളിലൂടെ നാം കേൾക്കുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിൽ ഇത് ദൈവത്തിന്റെ ആലയമാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നീ തിരിച്ചറിയുവിൻ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിച്ചു കളയും. നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധി, ശരീരത്തിന് വിശുദ്ധി ഉണ്ടാവണം. 2ാമത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതാണ് മനസ്സിന്റെ വിശുദ്ധി. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. മനസ്സിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനഃശാസ്ത്രം പറഞ്ഞു തരുന്ന ഏതാനും തലങ്ങളുണ്ട്. പുരുഷന്റെ
തലം ഒന്ന്, സ്ത്രീയുടെ തലം മറ്റൊന്ന്. ഇങ്ങനെയുള്ള രണ്ട് ധ്രുവങ്ങളിൽ കിടക്കുന്ന രണ്ട് വ്യക്തികൾ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും രണ്ടുപേർക്ക് ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമുക്ക് മനഃശാസ്ത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. പുരുഷൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ത്രീ പ്രാധാന്യം കൊടുക്കുക. പുരുഷൻ പ്രാധാന്യം കൊടുക്കുന്ന എപ്പോഴും ഒരു പുരുഷന്റെ പ്രാധാന്യം കൊടുക്കുന്ന അവന്റെ കഴിവുകൾക്ക്. എന്നാൽ ഒരു പുരുഷൻ നിർവീര്യമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ പുരുഷന്റെ കഴിവുകളെ ചോദ്യം ചെയ്താൽ മതി, അവൻ നിർവീര്യമാക്കാം. ഒരു സ്ത്രീ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് മനഃശാസ്ത്രം പറയുന്നു സൗന്ദര്യത്തിനാണ് എന്ന് പറയുന്നു. സ്ത്രീയെ നിർവീര്യമാക്കണോ, അവളുടെ സൗന്ദര്യത്തെ ചോദ്യം ചെയ്താൽ മതി എന്ന് മനഃശാസ്ത്രം പറയുക. ഇതേപോലെ തന്നെ പുരുഷൻ പ്രാധാന്യം കൊടുക്കുന്നു അവന്റെ തൊഴിലുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു പുരുഷൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സമയത്താണെങ്കിലും പുരുഷൻ ഈ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ കാര്യം എന്താ? ഓഫീസിലെ കാര്യങ്ങൾ, ബിസിനസ്സിലെ കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ കാര്യം എന്താ? വീട്ടിൽ വന്നാലും സംസാരിക്കാൻ ഈ മനുഷ്യൻ നേരെയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം മറ്റൊന്നുമല്ല, ഒരു പുരുഷൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന അവന്റെ തൊഴിലിന്. എന്നാൽ ഒരു സ്ത്രീ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന മനഃശാസ്ത്രം പറയുന്നു അവളുടെ കുടുംബത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ത്രീ ടീച്ചറായിക്കൊള്ളട്ടെ, ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇതാ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു, ഈ കുടുംബം തലയിൽ വെച്ചോണ്ട അവൾ ഓഫീസിലേക്കും സ്കൂളിലേക്കും ചെല്ലുന്നത്. അവിടെ ചെന്നാലും കുടുംബത്തിന്റെ കാര്യങ്ങൾ അവൾക്ക് ചിന്തയുള്ളൂ. അവിടെ ചെന്നാലും മക്കളെ കുറിച്ചുള്ള ചിന്തകളും ഇനി വീട്ടിൽ എന്താണ് വെക്കേണ്ടത്, ഈ കാര്യങ്ങൾ അവളുടെ തലയിൽ ചിന്തയുള്ളൂ. കാരണം മനഃശാസ്ത്രം പറയുകയാണ് ഒരു സ്ത്രീ പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും അവളുടെ കുടുംബത്തിനാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു പുരുഷൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക ആശയങ്ങൾക്ക്, എന്നാൽ സ്ത്രീ പ്രാധാന്യം കൊടുക്കുന്ന എപ്പോഴും വാക്കുകൾക്ക്. ഇതിപ്പോ ഈ പുരുഷന്മാരോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. 25 വർഷം മുമ്പ് നിങ്ങളുടെ വായിന്ന് പോയ അവരുടെ വായിന്ന് പോയ ചില വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് അവർ ഓർമ്മപ്പെടുത്തുന്നില്ലേ? 25 വർഷം മുമ്പ് വായിന്ന് ആ പുരുഷന്റെ വായിന്ന് ചാടിപ്പോയ ചില വാക്കുകളാ ഇപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാര്യം എന്താ? ഈ പുരുഷൻ ആശയത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് ഓരോന്ന് വിളിച്ചു പറഞ്ഞു, ഇപ്പോഴും ആ വാക്കും പിടിച്ചോണ്ട് അവൾ ജീവിച്ചോണ്ടിരിക്കുക. ഇതാണ് മനഃശാസ്ത്രം പറയുന്നത്. പുരുഷൻ ആശയത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, സ്ത്രീ ആയിക്കൊള്ളട്ടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇതേപോലെ തന്നെ പുരുഷൻ എപ്പോഴും ശാരീരികമായ സുഖത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ സ്ത്രീ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിനാണ്, മനസ്സിന്റെ സുഖത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനഃശാസ്ത്രം പറഞ്ഞു തരിക. എന്നാ പ്രിയപ്പെട്ടവരെ, രണ്ട് ധ്രുവങ്ങളിലുള്ള ഈ രണ്ട് സ്വഭാവങ്ങളുള്ള രണ്ട് വ്യക്തികൾ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് തലത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ. ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 32-ാം തിരുവചനം പറയുകയാണ്, ഇത് വലിയ ഒരു രഹസ്യമാണ്. ഒന്ന് ഉറക്കിയത് പറഞ്ഞേ, ഇത് വലിയൊരു രഹസ്യമാണ്. ഇത് ഒരു വലിയ രഹസ്യമാണ്. എന്താ രഹസ്യം എന്ന് പറയുന്നേ? ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് ജീവിതത്തിന്റെ അന്ത്യം വരെ ജീവിക്കുക മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ തിരിച്ചറിയുക, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതേപോലെ തന്നെ കുടുംബ ജീവിതം വിശുദ്ധമായ ജീവിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു മനസ്സിന്റെ ഐക്യം ഉണ്ടാവണം, രണ്ട് ശരീരത്തിന്റെ ഐക്യം ഉണ്ടാവണം, മൂന്നാമത്തെ കാര്യമാണ് ആത്മീയ തലത്തിലും നമുക്ക് ഐക്യമുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആത്മീയ തലത്തിലെ ഐക്യത്തെയാണ് വിളിക്കുന്നത് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. 3 രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥനയെ വിളിക്കും, ആ പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന എന്നുള്ളത്. രണ്ടാമത്തെ പ്രാർത്ഥനയെ വിളിക്കും കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുകയുള്ളൂ. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് കുടുംബാംഗങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും കുടുംബത്തിലെ
ബാക്കിയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം. ഹല്ലേലൂയ. 3 രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. ഒന്ന് വചനം എടുത്ത് പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം എടുത്തു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം എടുത്ത് നമുക്ക് വായിക്കാം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. വചനം കേട്ടോ പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. പ്രഭാഷി 27:3 വചനം ഉറക്കെന്ന് പറഞ്ഞേ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഓരോ കുടുംബങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഒരിക്കൽ കൂടി ആ വചനം എന്ന് പറഞ്ഞേ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം. ഹല്ലേലൂയ. കുടുംബത്തിൽ 3 രീതിയിലുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലുണ്ടാവും. ഒന്ന്, കുടുംബ പ്രാർത്ഥന. കുടുംബത്തിൽ ഒരുമിച്ച് ചേർന്ന കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹ കൃപകൾ ഒഴുകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ മുടങ്ങരുത്. പിശാച് പലപ്പോഴും കുടുംബ പ്രാർത്ഥനയെ മുടക്കാൻ നോക്കും. ആഘോഷങ്ങൾ വരുമ്പോൾ, തിരക്കുകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കിക്കോ, ആഘോഷങ്ങളും തിരക്കുകളും വരുമ്പോൾ നമ്മളാരും ഭക്ഷണം മുടക്കാറില്ല. പലപ്പോഴും മുടക്കാറുള്ള കാര്യം എന്താ? പ്രാർത്ഥനയെ മുടക്കാറ്. എന്നാ പ്രിയപ്പെട്ടവരെ, അത് പിശാചിന്റെ തന്ത്രമാണ് എന്ന് തിരിച്ചറിയുക. എന്ത് വന്നു കഴിഞ്ഞാലും, എൻ്റെ കുടുംബത്തിൽ എത്ര രാത്രിയായി കഴിഞ്ഞാൽ, എത്ര തിരക്ക് വന്നു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം. രണ്ടാമത്തെയാണ്, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ. കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ആരാ മക്കളെ? കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും ഈ കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കണം. എങ്കിലാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും മക്കളെക്കുറിച്ച് എന്തെന്നില്ലാത്ത ആദിയുണ്ട്, വ്യാധിയുണ്ട്. മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. അതിനുവേണ്ടി ഈ അപ്പനും അമ്മ എന്താ ചെയ്യുന്നത്? നല്ല സ്കൂളുകളിൽ നിങ്ങൾ വിട്ടുപിടിപ്പിക്കുന്നുണ്ട്. മക്കൾ ചോദിക്കുന്ന എല്ലാം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് നല്ല സ്പോർട്സിലും അതുപോലെ തന്നെ അവർക്ക് ആർട്സിലും എല്ലാത്തിലും അവർക്ക് നല്ല മാർക്ക് കിട്ടണം, നല്ല ഗ്രേഡ് കിട്ടണം. അതിനുവേണ്ടി ഈ അപ്പനും അമ്മയും ചങ്ക് പൊട്ടി ഹൃദയം തുറന്ന് ഇതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ തയ്യാറായിട്ട് ഈ അപ്പനും അമ്മയും മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമ്പാദിച്ചതിൻ്റെ ഏകദേശം 70% ഈ കാലഘട്ടം ഞാൻ ശ്രദ്ധിച്ചിരിക്കുക, ഭൂരിഭാഗം മാതാപിതാക്കളും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. മക്കൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയ നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ 70% ഈ കാലഘട്ടത്തിൻ്റെ മാതാപിതാക്കൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില കുടുംബങ്ങളെ 70 ലോണിന് ലോൺ എടുത്ത് 110-150% ഈ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ഈ അധ്വാനം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ അപ്പനും അമ്മയും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ അപ്പനും അമ്മയും ആ പൈസ മുഴുവൻ കൊടുക്കുന്നതിന് പകരം മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിച്ചോ, മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും അഭിഷേകം ഒഴുകുക. അച്ഛൻ എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് കാണാൻ സാധിക്കും, പഴയ നിയമത്തിൽ മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽക്കാർക്കായിരുന്നു വിജയം. മോശയുടെ കരം ഉണ്ടല്ലോ, ഇങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ കരം ഇങ്ങനെ താന്നു പോകുക, ക്ഷീണിതരാവുക, അവസനാവുക. ആ സമയത്ത് മോശയുടെ കരമുയർത്തി പിടിക്കുന്നുണ്ടായിരുന്നു അഹ്റോനും ഹൂറും. ഇതേപോലെ തന്നെ കുടുംബത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് വ്യക്തികളാ. കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന അപ്പനും അമ്മയും. ഈ അപ്പന്റെയും അമ്മയുടെയും കൈ താന്നു പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ അപ്പനും അമ്മയെ തിരിച്ചറിഞ്ഞു മക്കളുടെ ജീവിതങ്ങളിൽ പരാജയങ്ങൾ വരും. മക്കളെ ജീവിതങ്ങളിൽ ഒരുപാട് ആപത്തും വിപത്തും എല്ലാം കടന്നു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാ ഈ കാലഘട്ടത്തിൽ ഈ ആത്മീയ മന്ത്രം നിങ്ങൾക്ക് തരുന്ന കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകുകയുള്ളൂ. അച്ഛൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നറിയൂ? ഞാനിത് ഒരിക്കലൊരു സ്ഥലത്ത് ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ വീട് വെഞ്ചരിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ അവരുടെ വീട് വെഞ്ചരിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ഞാൻ ആ വീട് വെഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ
അവരുടെ ബെഡ്റൂമിനോട് ചേർന്ന് ഈ അപ്പനും അമ്മയും പറഞ്ഞു, അച്ഛ ഒരു മുറിയും കൂടി ഉണ്ട്, ഇതൊന്ന് വെഞ്ചരിക്കാൻ പറഞ്ഞു. ഞാൻ ആ മുറി വെഞ്ചരിക്കാൻ വേണ്ടി കയറി ചെല്ലുകയാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഉള്ള മുറി മനോഹരമായിട്ടൊരു ക്രൂശ് രൂപം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടതും വലതും യൗസേപ്പ് പിതാവിനെയും പരിശുദ്ധാമ്മയുടെയും രൂപം വെച്ചിട്ടുണ്ട്. എനിക്ക് മനോഹരമായ കൊച്ചൊരു അൽത്താര പോലെ എനിക്ക് തോന്നി. ഇതിന് ശേഷം ഞാൻ ആ വീട് വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞൊരു വാക്കുകളുണ്ട്. അച്ഛാ, എല്ലാ ദിവസവും പ്രഭാതത്തിലും സായാഹ്നത്തിലും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 15 മിനിറ്റെങ്കിലും ഈ മുറിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക വിദേശരാജ്യത്ത്. അവർ പറയാ, ഏതൊക്കെ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടോ ഈ പ്രൊജക്റ്റുകളൊന്നും ഞങ്ങൾ ചാടിയെടുക്കുകയില്ല. ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് രണ്ടുപേരും കർത്താവിനെ സ്തുതിച്ച് വചനം തുറന്ന് കർത്താവ് ഞങ്ങൾക്ക് വ്യക്തമായി വെളിപ്പെടുത്തൽ തരുന്നതുകൊണ്ടും ആ പ്രൊജക്റ്റുകൾ ഞങ്ങൾ എടുക്കുകയുള്ളൂ. ഇന്ന് വരെ ഞങ്ങൾ എടുത്ത ഒരു പ്രൊജക്റ്റ് പോലും ഞങ്ങൾ തകർന്നു പോയിട്ടില്ല. വചനത്തിന്റെ വെളിച്ചത്തിൽ രണ്ടുപേരും ഒരേ ഹൃദയത്തോടു കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നോടെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് അച്ഛൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, ഇതാ ജീവിത പങ്കാളി ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അതിനുള്ള ബുദ്ധിയും കാര്യമൊന്നുമില്ല, അവൾക്കിത് മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. എല്ലാ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഓരോന്നും ചെയ്തു കൂട്ടി വലിയ അപകടത്തിലേക്കും വിപത്തിലേക്കും ലോണും അതും ഇതും എല്ലാം എടുത്ത് ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, നിന്റെ ജീവിത പങ്കാളിയുമായിട്ട് നീ ഒന്ന് സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ആ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഈ കുടുംബം ഇതുപോലുള്ള ആപത്തിൽ പോവില്ലായിരുന്നു. അശ്രിത എന്തുകൊണ്ടാണ് പറയുന്നേ എന്നറിയോ? ഈ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളും ഇതേപോലുള്ള വിപത്തിൽ പോയതിന്റെ കാരണം എന്താ? ഒറ്റയ്ക്ക് തീരുമാനം എടുത്തുകൊണ്ടാ. വചനം പറയുന്നുണ്ട്, 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഉറക്കൊന്ന് പറഞ്ഞ്, 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അപ്പൊ 2 3 പേർ ഒരുമിച്ച് കൂടാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അവരുടെ മധ്യേ ഞാൻ വരും. എവിടെയായിരിക്കും അവിടെ മധ്യേ വരുന്നേ? കുടുംബങ്ങളല്ല. 2 3 പേർക്ക് ഒരുമിച്ച് ചേർന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം വേറെ എവിടെയല്ല, അത് കുടുംബ. ആ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരുമിച്ച് കുടുംബം പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ്, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരം ഉയർത്തി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ. ഈ അപ്പനും അമ്മയും കുറേ സമ്പാദിച്ചു കൂട്ടി അതെല്ലാം മക്കൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മക്കളുടെ ജീവിതം ഒന്നും തന്നെയാവില്ല. ഈ അപ്പനും അമ്മയും ഈ ആരാധനയിൽ പങ്കെടുത്ത് ദൈവത്തിൻ്റെ സന്നിധി കരം ഉയർത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ ജീവിതങ്ങൾ ധന്യമാവും. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്, കുടുംബത്തിലെ വ്യക്തികൾ എവിടെ പോയി കഴിഞ്ഞാലും കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയായിരിക്കും അയർലൻഡിലും കാനഡയിലും ന്യൂസിലൻഡിലും UK ഒക്കെ പോയിരിക്കുന്നത്. ആ വ്യക്തിക്കും ദൗത്യമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ദൗത്യം ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും എവിടെ പോയി കഴിഞ്ഞാലും അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കുടുംബ ജീവിതം വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക പറയുക, നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ 2 രീതിയിലുള്ള പ്രാർത്ഥനകൾ നടക്കണം. ഒന്ന് പ്രഭാത പ്രാർത്ഥന, 2 സായാഹ്ന പ്രാർത്ഥന. എന്താണ് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്നത്? പ്രഭാത പ്രാർത്ഥന എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് തരുന്നതാ. സായാഹ്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് തരുന്നതാ. നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. പ്രഭാതത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുക? ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 27-ാം തിരുവചനം. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 27-ാം തിരുവചനം എടുത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും
അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, വചനം കൂടി ഒന്ന് വായിച്ചേ. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. വചനം പറഞ്ഞേരി, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ ഉരുകാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ അഗ്നിയിലേക്ക് കൊണ്ടുപോയിട്ടോ അതൊക്കെ ഉരുകി ചാമ്പലായി കത്തി ചാമ്പലായി ചാരമായി തീരുന്നുണ്ട്. അഗ്നിയിൽ ഉരുകാത്തതൊന്നുമില്ല. എന്നാ വചനം പറയുക, അഗ്നിയിൽ ഉരുകാത്ത നിന്റെ ജീവിതത്തിലില്ലേ? ഈ അഗ്നിയിൽ ഉരുകാത്തത് നീ എന്താ ചെയ്തേ? പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അവിടെ ഉരുകാം. എന്താ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? ചില കുടുംബത്തെ കണ്ടിട്ടില്ലേ, എത്ര പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിൽ നിന്ന് മദ്യപാനം വിട്ടുപോകാത്ത അവസ്ഥ. 35 വർഷമായി ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. അഗ്നിയിൽ ഉരുകാതെ നിൽക്കുക. ചില കുടുംബത്തിന്റെ കടബാധ വിട്ടുമാറുന്നില്ല. ചില കുടുംബം സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് നാളുകളായി, 2-3 വർഷമായി സ്ഥലം വിൽപ്പ് നടക്കുന്നില്ല. 34 വയസ്സായ മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു. ഇനി അവളുടെ വിവാഹം നടക്കുമോ? നടക്കുന്നില്ല. അഗ്നിയിലുരുകാത്ത ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടല്ലേ നിങ്ങൾ ഈ ദിവ്യകാരുണ്യ സൗഖ്യാരാധനയെ പങ്കെടുക്കുന്നത്. എന്ന കർത്താവ് പറയുക, അഗ്നിയിലുരുകാത്തത് അരുണോദയത്തിലുരുകം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിയിലുരുകാത്ത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉരുകം നിനക്ക് കാണാൻ സാധിക്കും. നമുക്ക് എഴുന്നേക്കാം പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിൽക്കാം. കുടുംബത്തിൽ എഴുന്നേറ്റ് നിന്ന് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഈ ആരാധനയെ പങ്കെടുക്കുന്ന കുടുംബമാണോ, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വചനം നമ്മുടെ മനസ്സിലോർത്തെ കണ്ണുകൾ അടച്ച്, അടിയൻ്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. തിരുസഭയുടെ ചരിത്രത്തിൽ അനേകം വിശുദ്ധരായ കുടുംബങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും വിശുദ്ധരായി മാറിയിരിക്കുന്നു, മക്കൾ വിശുദ്ധരായിരിക്കുന്നു. ദൈവം ഈ കാലഘട്ടത്തിൽ നിന്നെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? വിശുദ്ധയാവാൻ, വിശുദ്ധനാവാൻ, വിശുദ്ധരായി നിന്റെ ജീവിത പങ്കാളിയും മക്കളെയും വളർത്തിക്കൊണ്ടുവരാനാ. കുടുംബ ജീവിതം വിശുദ്ധമായിട്ടുള്ള ബന്ധ, കുടുംബ ജീവിതം വിശുദ്ധമായിട്ടുള്ള ബന്ധ. ആ കുടുംബത്തെ ശരീരത്തിന് വിശുദ്ധി, മനസ്സിന്റെ വിശുദ്ധി, ആത്മാവിന്റെ വിശുദ്ധി നിറയട്ടെ. 2 കരങ്ങളെ തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിന്റെ കുടുംബത്തിലേക്ക് വിശുദ്ധി ഇറങ്ങി വരട്ടെ. നിന്റെ കുടുംബത്തെ വിശുദ്ധിയുടെ മേലേക്ക് അണിയിക്കട്ടെ. നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധി മോശയെ പോലെ കരമുയർത്തുന്ന വിളിച്ച് പ്രാർത്ഥിച്ച് ആരെയും നോക്കേണ്ട കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കാൻ നിനക്ക് ഇന്നോളം ഉണ്ടായതുകൊണ്ട് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ ദൈവം ഉണ്ടല്ലോ, നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. ദൈവത്തിന്റെ സന്നിധിയെ 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ആരാധനയെ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ദേശങ്ങളിലേക്ക് ദൈവശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഈ സമയം തന്നെ കർത്താവേ, ഈ ആരാധനയെ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജെറുസലേം കൂടാരത്തിൽ ഈ ആരാധനയിൽ നിന്ന് 1000കണക്കിന് കുടുംബങ്ങളിലേക്ക്, 10000കണക്കിന് കുടുംബങ്ങളിലേക്ക് ദൈവശക്തി അവിടെ ഒഴുകട്ടെ. ഈ ദിവ്യ കാഴ്ചത്തിൽ കർത്താവേ, നിന്റെ പ്രകാശം അവിടെ വ്യാപരിക്കട്ടെ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധരായ ദമ്പതികളുടെ പ്രത്യേകമായ ആശീർവാദം കുടുംബങ്ങളുടെ മേലുണ്ടാകട്ടെ. വിശുദ്ധ പിതാവിനെയും മറിയത്തിന്റെയും വിശുദ്ധ ജവാക്കിന്റെയും വിശുദ്ധ അഗ്നായുടെയും വിശുദ്ധ സക്രിയായുടെയും വിശുദ്ധ എലിസബത്തിന്റെയും വിശുദ്ധ മാതാപിതാക്കൾ വിശുദ്ധ സെലിംഗറിന്റെയും വിശുദ്ധ മാർക്കിന്റെയും തിരുസഭയുടെ ചരിത്രത്തിൽ 3 മക്കൾക്ക് ജന്മം നൽകി 3 മക്കളെയും വിശുദ്ധരാക്കി മാറ്റിയ വിശുദ്ധ ഗ്രിഗറിയെയും വിശുദ്ധ നോലായുടെയും പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയ രക്തസാക്ഷികളായ വിശുദ്ധാത്മാക്കൾ
വിശുദ്ധ അക്കീലായുടെയും വിശുദ്ധ പ്രിസ്കില്ലായുടെയും പ്രത്യേകമായ സാന്നിധ്യം ഈ സമൂഹങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർഷകരായ വിശുദ്ധാത്മാക്കളായ വിശുദ്ധ ഇസ്തോറിന്റെയും വിശുദ്ധ മറിയായുടെയും വാഴ്ത്തപ്പെട്ട വിശുദ്ധ ലൂച്ചിയുടെയും വാഴ്ത്തപ്പെട്ട മറിയുടെയും പ്രത്യേകമായ ശക്തി സകല കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. മാധ്യസ്ഥം അവിടെ വ്യാപരിക്കട്ടെ. കൃപ അവിടെ വ്യാപരിക്കട്ടെ. രണ്ട് കരമുയർത്തി വിളിച്ച മക്കളെ യേശുവേ